പച്ചക്കറികൾ ഒരു കിറ്റ് നമ്മൾ മേടിച്ചിട്ടുണ്ട്, ഓണ കിറ്റാണ്. ഇതൊക്കെ അമ്മമാരൊക്കെ കാണുമ്പോൾ ഓർക്ക് ഇത് കൂട്ടണം വീട്ടിൽ മേടിച്ച് തരാൻ പറയും. ചതഞ്ഞു പോയിട്ടില്ല, കറക്റ്റായിട്ട് തന്നെ കട്ട് ചെയ്ത് തന്നിട്ടുണ്ട് കണ്ടോ. ഏതാണ്ട് 10 രൂപയിൽ താഴെയാണ് ഈ ഒരു ചാഫ് കട്ടറിൻ്റെ വില എന്നുള്ളത്. എനിക്ക് തോന്നുന്നത് ഇത് ഇത്രയും വില കുറഞ്ഞൊരു ചാഫ് കട്ടർ നമ്മുടെ ഇവിടെ എങ്ങും അവൈലബിൾ അല്ല. പിന്നെ ഈ ഒരു 2 മെഷീനും ഏകദേശം 5000 റുപ്പീസ് ഒരു ഓഫറായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവർക്കും ഈ ഓഫർ ഉണ്ട്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. മകരക്കൊയ്ത്തിൻ്റെ ഒരു പുതിയ ദിവസത്തിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം. നമ്മൾ കോയമ്പത്തൂരിൽ വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമാകുന്ന കുറച്ച് മിഷനറികൾ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു കമ്പനിയിൽ, അങ്ങനെ ഒരു ഫാക്ടറിയിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ആ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാഫ് കട്ടറിൽ തന്നെ 10 വെറൈറ്റി ഇവർ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. അത് ഇവരുടെ ഓൺ മാനുഫാക്ചറിങ് യൂണിറ്റാണ് അവിടെ തന്നെ. കാരണം ഇവർ 35 വർഷമായിട്ട് ഈ ഒരു മേഖലയിലുണ്ട്. അതിൽ 30 വർഷം എഞ്ചിനീയറിംഗ് മേഖലയിലായിരുന്നു. അതിനുശേഷം ഒരു 5 വർഷമായിട്ട് ഈ അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള മിഷനറീസാണ് ഇവരിവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 10-ലധികം മിഷനറീസ്, അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള മിഷനറീസ് ഉണ്ട്. ഈ ഒരു കമ്പനിയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ MK കുമരവെൽ എന്നാണ് കമ്പനിയുടെ പേര്. നമ്മുടെ കോയമ്പത്തൂരിൽ തന്നെയാണ്. ഞാൻ ഈ ലൊക്കേഷനൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ നിന്ന് EMI ആയിട്ട് നിങ്ങൾക്ക് ഈ മിഷനെല്ലാം വാങ്ങാൻ കഴിയും. നിങ്ങൾക്ക് എന്ത് കംപ്ലയിൻറ്റ് വന്നാലും 24 മണിക്കൂർ ഇവരുടെ സർവീസ് ടീം റെഡിയാണ്. അവർ വന്ന് നിങ്ങളുടെ ലൊക്കേഷനിൽ വന്ന് സർവീസ് ചെയ്ത് തരും. അതുപോലെ തന്നെ കേരളത്തിൽ എല്ലായിടത്തും തന്നെ ഇവർക്ക് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം കാണാൻ പോകുന്ന ചാഫ് കട്ടറിൻ്റെ ഒരു വിശേഷങ്ങളാണ്. ഓക്കെ, നമ്മൾ ചാഫ് കട്ടറിൽ ആദ്യം പരിചയപ്പെടാൻ പോകുന്നത് ഇതാണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ വളരെ ടൈനി ആയിട്ടുള്ള, വളരെ ചെറുതായിട്ടുള്ള, ഇത് SS-ലാണ് ശരിക്കും ഇതിൻ്റെ ഒരു നിർമ്മിതി എന്നുള്ളത്. അത് വളരെ ക്വാളിറ്റി മെറ്റീരിയലാണ്. ഇതിൻ്റെ ഒരു പേരെന്ന് പറയുന്നത് ഡ്രാഗൺ എന്നാണ്. ഡ്രാഗൺ ചാഫ് കട്ടർ. ഏതാണ്ട് 10 രൂപയിൽ താഴെയാണ് ഈ ഒരു ചാഫ് കട്ടറിൻ്റെ വില എന്നുള്ളത്. എനിക്ക് തോന്നുന്നത് ഇത് ഇത്രയും വില കുറഞ്ഞൊരു ചാഫ് കട്ടർ നമ്മുടെ ഇവിടെ എങ്ങും അവൈലബിൾ അല്ല. പിന്നെ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ഏത് തരത്തിലുള്ള, ഇപ്പോൾ വെജിറ്റബിൾസ്, നമ്മൾ പശുക്കൾക്കാണെങ്കിലും ആടുകൾക്കൊക്കെ ആണെങ്കിലും വെജിറ്റബിൾസ് ഏത് വേണമെങ്കിലും കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് ഇതിനകത്ത് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ പുല്ല്, ഏത് തരം പുല്ലാണെങ്കിലും നമുക്ക് ഇപ്പോൾ എന്താ പറയുക, CO3 ആണെങ്കിലും CO5 ആണെങ്കിലും അങ്ങനെയുള്ള ഏത് പുല്ലും വളരെ ചെറുതായിട്ട് തന്നെ നമുക്ക് ഇതിനകത്ത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഒരു മെഷീൻ്റെ മോട്ടർ വന്നിട്ട് 1.5 HP ആണ്. ഇത് കറണ്ടിലാണ് പ്രവർത്തിക്കുന്നത്. ഇത് കോപ്പർ വൈൻഡിങ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള അഡ്വാൻറ്റേജ് ഒക്കെ ഉണ്ട്. നമ്മൾ ഈ ചാഫ് കട്ടറിൻ്റെ ഉള്ളിലെ ഈ ബ്ലേഡ് ഒന്ന് കാണാൻ പോവാണ്. ഇതാണ് ഇതിൻ്റെ ഒരു ബ്ലേഡ് എന്നുള്ളത്. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇത് നല്ല ഷാർപ്പാണ് കേട്ടോ, നല്ല മൂർച്ചയുള്ളൊരു ബ്ലേഡാണ്. അപ്പോൾ ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഈ പറഞ്ഞ പോലെ വെജിറ്റബിൾസ്, അതുപോലെ തന്നെ പുല്ല് വർഗ്ഗങ്ങൾ, അങ്ങനെയുള്ളത് മാത്രമേ ഇതിനകത്ത് കൊണ്ട് കട്ട് ചെയ്യാവുള്ളൂ. മറ്റ് എന്താ പറയുക, കമ്പുകൾ, തടികൾ, ഈ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇതിനകത്ത് കൊണ്ടുവരുന്നത് ഈ ബ്ലേഡിന് കംപ്ലയിൻറ്റ് വരും. ഓക്കെ, നമ്മളിതൊക്കെ പരിചയപ്പെട്ടു. നമ്മളിത് കട്ട് ചെയ്യാൻ പോകണം. ഇത് പച്ചക്കറികൾ ഒരു കിറ്റ് നമ്മൾ മേടിച്ചിട്ടുണ്ട്, ഓണ കിറ്റാണ്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കാണിക്കാൻ പോകണം. ഇതിനകത്ത് ഈ ഒരു സാധനമാണ് നമ്മൾ ആദ്യം കട്ട് ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് ചുമ്മാ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ഇതുണ്ടോ, ഓക്കെ. അതുകൊണ്ടോ പച്ചക്കറി വളരെ എന്താ പറയുക, ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് തോന്നും. നമ്മൾ വീട്ടിൽ വേണമെങ്കിൽ അടുക്കളയിലൊക്കെ ഉപയോഗിക്കാം കേട്ടോ ഈ സാധനം. ഇനിയിപ്പോൾ നമ്മൾ ഈ പുല്ല് കട്ട് ചെയ്യാൻ പോകണം. പുല്ലിങ്ങനെ ചുമ്മാ വെച്ച് കൊടുത്താൽ മതി. കേട്ടോ, ജസ്റ്റ് ഒന്ന് തള്ളി കൊടുക്കണം. ഇത് കണ്ടോ, ഇങ്ങോട്ട് നോക്കി, ഇത്ര ചെറുതായിട്ട് ഇത് കട്ട് ചെയ്ത് വരും. ഇത്ര ചെറുതായിട്ട് നോക്കിയേ. ഇത് കണ്ടോ, നമ്മുടെ ആട് ഫാമിലോട്ട് വേണമെങ്കിൽ, പശു ഫാമിലോട്ടൊക്കെ വേണമെങ്കിലും ഇത് കണ്ടോ, ഇത്ര ചെറുതായിട്ട് ഇത് കട്ട് ചെയ്ത് വരും. അതുപോലെ നമ്മളെ പച്ചക്കറി കട്ട് ചെയ്താൽ കാണിച്ചു തരാം കേട്ടോ. എന്തിയേ, എവിടെ പോയി? താഴെ പോയാ പച്ചക്കറി? താഴെ പോയി കേട്ടോ. ഇത് എവിടെ ഉണ്ട്? ഇത് കണ്ടോ, ഇത് അതിലൂടെ മിക്സായി പോയി. സോറി, എന്നാലും സാരമില്ല. ഇത് എന്താണ് നമ്മൾ ആ പച്ചക്കറി കട്ട് ചെയ്തെടുത്തത്. ഇത് കണ്ടോ, ഇതുപോലെ കട്ടായിട്ട് ഒരു സാധനം നോക്കിയേ. കണ്ടോ, അടിപൊളിയായിട്ട് ഇത് കട്ട് ചെയ്ത് വരും. ഇതാ ഞാനീ പറഞ്ഞത്, നമുക്ക് വേണമെങ്കിൽ ഇത് അടുക്കളയിൽ ഉപയോഗിക്കാം. നമ്മുടെ സ്ത്രീകൾക്കൊക്കെ, ഇതൊക്കെ അമ്മമാരൊക്കെ കാണുമ്പോൾ ഓർക്ക് ഇത് കൂട്ടണം വീട്ടിൽ മേടിച്ച് തരാൻ പറയും. അപ്പോൾ അങ്ങനെ ഒരു സാധനമാണ് നമ്മൾ കണ്ടത്. ആദ്യം പരിചയപ്പെട്ട ചാഫ് കട്ടറിനെ കുറിച്ച് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയ ഒരു മെഷീനാണ്. ഇതിൻ്റെ പേരെന്ന് പറയുന്നത് ലിയോ എന്നാണ്. ഇതിൻ്റെ 3 HP ആണ് ഇതിൻ്റെ മോട്ടർ എന്നുള്ളത്. അതുപോലെ തന്നെ 5 ബ്ലേഡ് ഇതിലുണ്ട്.
രണ്ട് സൈഡ് 2 സൈഡാണ് ഈ ബ്ലേഡ്. നമുക്ക് ഒരു സൈഡ് കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ മാറ്റി ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിന് നല്ല പവർ ഈ ഒരു മെഷീനുണ്ട്. നമുക്ക് ഈ പറഞ്ഞ പോലെ എല്ലാ സാധനങ്ങളും നമ്മൾ ആദ്യം പറഞ്ഞ പോലെ പറഞ്ഞ എല്ലാ സംഗതികളും തന്നെ ഇതിനകത്ത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. എന്നാലും ഇതിനകത്ത് വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. ബാക്കിയുള്ള പുല്ല് ഐറ്റംസ് എല്ലാം ഈ പറഞ്ഞ പോലെ കന്നാരയാണെങ്കിലും നമ്മുടെ ഈ മക്കാച്ചോളമാണെങ്കിലും അതൊക്കെ നമുക്ക് ഇതിനകത്ത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അത് ഏതാണ്ട് 1/2 ഇഞ്ച് മുതൽ 3/4 ഇഞ്ച് വരെയാണ് ഇതിൻ്റെ ഒരു കട്ട് ചെയ്ത് വരുന്ന സൈസ് എന്നുള്ളത്. രണ്ടാമത് പരിചയപ്പെട്ട ചാഫ് കട്ടറിൽ നിന്ന് ഇതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് എന്ന് പറയുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിന് കൺവെയർ ബെൽറ്റ് ഉണ്ട്. അത് നമ്മൾ എന്ത് സാധനങ്ങൾ വെച്ച് കൊടുത്താലും ഇതിങ്ങനെ വലിച്ചെടുത്തുകൊണ്ട് നോക്കണം. ബാക്കിയെല്ലാം ആ മെഷീനുമായിട്ടുള്ള സെയിം സംഗതികൾ തന്നെയാണ്. 3 HP തന്നെയാണ് ഇതിൻ്റെ മോട്ടർ എന്നുള്ളത്. പിന്നെ ഈ ഒരു 2 മെഷീനും ഏകദേശം 5000 റുപ്പീസ് ഒരു ഓഫറായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവർക്കും ഈ ഓഫർ ഉണ്ട്. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ കോൾ ചെയ്യണം. അതാണ് അതിനകത്ത് ഏറ്റവും വലിയൊരു കാര്യം എന്നുള്ളത്. ആദ്യം വിളിക്കുന്ന കുറച്ച് ആളുകൾക്കോ മാത്രമേ ഓഫർ ഉള്ളൂ. എങ്കിലും നിങ്ങൾ ശകലം കഴിഞ്ഞിട്ടൊക്കെ വിളിച്ചാലും കുഴപ്പമില്ല, നമുക്ക് ഈ ഓഫർ ഉണ്ട്. പക്ഷേ ഒത്തിരി മാസങ്ങൾ വരെ വെയിറ്റ് ചെയ്ത് നിൽക്കരുത്. അപ്പോൾ ഈ 2 മെഷീനും 5000 റുപ്പീസ് ഇതിനൊരു ഓഫറുണ്ട്. ഇതിൻ്റെ ഒരു പ്രവർത്തനം കാണണ്ടേ, ഇത് എന്തേരം വലുപ്പത്തിൽ നമുക്ക് കട്ട് ചെയ്ത് കിട്ടും എന്നുള്ളത് അറിയണ്ടേ. അതായത് ഈ കൺവെയറിനകത്തൊരു ചുമ്മാ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. വളരെ സിമ്പിളായിട്ട് അവൻ കട്ട് ചെയ്ത് നോക്കുള്ളൂ. നമുക്ക് വേറെ പരിപാടിയൊന്നുമില്ല കേട്ടോ. ചുമ്മാ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. കണ്ടോ, നല്ല സ്പീഡിൽ കട്ട് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, നമ്മളിത് കട്ട് ചെയ്ത് എന്തേരം വലുപ്പത്തിലുണ്ട് എന്നുള്ളതാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. കണ്ടോ, ഇതാണ് നല്ല അടിപൊളിയായിട്ട് കട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതുണ്ടോ ഈ ബ്ലേഡിൻ്റെ ഷാർപ്പ്നെസ്, ഇതിനകത്ത് എടുത്ത് പറയേണ്ട ഒരു സാധനമാണ് കേട്ടോ. ഇതുകൊണ്ട് ഒരു ശകലം പോലും ചതവില്ല, ചതഞ്ഞ് പോയിട്ടില്ല, കറക്റ്റായിട്ട് തന്നെ കട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. കണ്ടോ, ഇതാണ് ഈ ബ്ലേഡിൻ്റെ ഷാർപ്പ്നെസ് എന്നുള്ളത്. നല്ല ബ്ലേഡാണ്. ഇപ്പം നമ്മൾ 3 ചാഫ് കട്ടറുകളെ പരിചയപ്പെട്ടിട്ടുള്ളൂ. ഇനി 2 ഉണ്ട്. അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ആദ്യം നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇതാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഗിയറുണ്ട്. ഗിയർ വിത്ത് ഹോപ്പർ, ഇതാണ് ഈ ഒരു മെഷീൻ്റെ പേരെന്നുള്ളത്. അപ്പോൾ ഇതിന് ഗിയർ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കിത് 2 സൈസിൽ കട്ട് ചെയ്തെടുക്കാം. അതായത് നമ്മൾ ആടുകൾക്കൊക്കെ വേണമെങ്കിൽ ചെറുതായിട്ട്, വളരെ ചെറുതായിട്ട് കട്ട് ചെയ്യാം. അല്ല പശുവിനൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ വലുതായിട്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്നുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു 3 HP തന്നെയാണ് മോട്ടർ. മറ്റേ നമ്മൾ പരിചയപ്പെട്ട 5 ബ്ലേഡാണ്. പിന്നെ അടുത്തൊരു ഇതെന്ന് പറയുന്നത് ഇതിനകത്ത് കൺവെയർ ബെൽറ്റ് ഉണ്ട്. ഈ ഒരു സെക്ഷൻ എന്നുള്ളത് ഗിയർ വിത്ത് കൺവെയർ, അതാണ് ഈ ഒരു ചാഫ് കട്ടറിൻ്റെ പേരെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ എന്ന് വെച്ചാൽ നമ്മൾ പുല്ലൊക്കെ വെച്ച് കൊടുത്താലും നമ്മൾ തള്ളി ഇങ്ങനെ കൊടുക്കേണ്ട കാര്യമില്ല. ഓൾറെഡി അതിങ്ങനെ വലിച്ചെടുത്തുകൊണ്ട് പോയിക്കോളും. അപ്പോൾ ഇതിനകത്തും ഈ പറഞ്ഞ പോലെ തന്നെ വെജിറ്റബിൾസ് കട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ കന്നാരയാണെങ്കിലും കട്ട് ചെയ്യാം. അങ്ങനെ ബാക്കിയുള്ള എന്ത് സാധനവും വളരെ എന്താ പറയുക നല്ല രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, നമ്മൾ ഈ ഒരു 2 മെഷീനും ഒന്ന് പ്രവർത്തിപ്പിച്ച് കാണാൻ പോവാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഗിയറാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് ഓണാക്കിയിട്ട് ഇവനെ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത്. ഇതിപ്പോൾ നമ്മൾ ഷോർട്ടിലാണ് ഇത് കട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമ്മളിതുണ്ടോ, ഇത് ഷോർട്ടിലാണ് ഇത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇതുണ്ടോ, ഇത്ര ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്ത് തോന്നുന്നു. ഓക്കെ, ഇത് കണ്ടോ, ഇത് 2 ആയിട്ട് ഇത് ഷോർട്ടിൽ കട്ട് ചെയ്തതാണ്, ഇത് ലോങ്ങിൽ കട്ട് ചെയ്തതാണ്. ഈ 2 അളവിൽ നമുക്ക് ഈ ഒരു മെഷീനിൽ 2 അളവിൽ നമുക്ക് ഒരേ മെഷീനിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഇതെല്ലാം സിംഗിൾ ഫേസിലാണ് ഈ ഒരു മോട്ടറെല്ലാം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീടിൻ്റെ ഒരു കണക്ഷനിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വേറെ പ്രശ്നങ്ങളോ അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് കണക്ഷൻ എടുക്കേണ്ട കാര്യമില്ല. അതുപോലെ എന്താ പറയുക, വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മെഷീൻസാണ് ഇതെല്ലാം തന്നെ. ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. നമ്മുടെ വീട്ടിലെ സ്ത്രീകൾക്കാണെങ്കിലും ഉപയോഗിക്കാം, അതുപോലെ തന്നെ ചെറിയ കുട്ടികൾക്കാണെങ്കിലും ഉപയോഗിക്കാം. അങ്ങനെ നമ്മുടെ ഇപ്പം എന്താ പറയുക, ഇതിനു വേണ്ടി സ്പെഷ്യൽ ഒരു ട്രെയിനിങ് വേണ്ട. നമുക്ക് എവിടെയെങ്കിലും വെക്കണമെങ്കിൽ തന്നെ നമ്മുടെ കാലിത്തൊഴുത്തിൻ്റെ അടുത്ത് വെക്കാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വീടിനോട് ചേർന്നാണെങ്കിൽ ചെറിയ തൊഴുത്തൊക്കെ ആണെങ്കിൽ പോലും നമുക്ക് ഈ ഒരു സാധനങ്ങളെല്ലാം ഉപയോഗിക്കാൻ കഴിയും. അങ്ങനെ നമുക്ക് എല്ലാവർക്കും ക്ഷീര കർഷകർക്ക് ഏറ്റവും ഉപകാരപ്രദമാകുന്ന ഒരു 5 മെഷീൻസാണ് നമ്മൾ പരിചയപ്പെട്ടത്. അപ്പോൾ എല്ലാവർക്കും ഈ എപ്പിസോഡ് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നല്ല കുറേ മെഷീനറീസ് ഇവിടെ തീരുകയല്ല, ഇവരുടെ തന്നെ നമ്മൾ പരിചയപ്പെടാനായിട്ട് ഇനി 2-3 മെഷീൻസ് ഉണ്ട്. അപ്പോൾ അതെല്ലാവരും ഒരു എപ്പിസോഡിൽ വന്നു കഴിഞ്ഞാൽ കുറച്ചധികം ലെങ്ത് വരും. അപ്പോൾ എന്താ പറയുക, അടുത്ത എപ്പിസോഡിൽ ഇതിനൊക്കെ കിട്ടില്ലൻ മെഷീൻസ് നിങ്ങൾ കാത്തിരിക്കുക. വരാൻ പോകുന്ന കിട്ടുകാച്ചി മെഷീൻസാണ്, നിങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമാകുന്ന മെഷീൻസാണ്. അപ്പോൾ എല്ലാവർക്കും ഈ എപ്പിസോഡ് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നല്ലൊരു മെഷീനുമായി കാണുന്നവരെ ഇറ്റ്സ് മീ ജോബിൻ ജമാണി സൈനിങ് ഫ്രം മകരക്കൊയ്ത്ത്.